ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ കൺകറന്റ് ലിസ്റ്റ്? അത് താങ്കൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, പ്രധാനമന്ത്രിക്ക് ഇനിയിപ്പോ കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കിയാൽ ഞങ്ങൾ നോക്കാം എന്നെങ്കിലും പറയാൻ കഴിയുമോ? അതിന് ഉതകുന്ന ഒരു സാഹചര്യം എന്തായാലും പത്തനംതിട്ടയിലെ BJP പ്രവർത്തകർ എന്തുകൊണ്ടായിരിക്കും ഈ കാര്യം പ്രധാനമന്ത്രിയോട് ചോദിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് അഭിലാഷിന് മനസ്സിലാവില്ല. കാരണം അഭിലാഷ് ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ നിന്ന് അപ്പുറത്തായിക്കൊണ്ട് എങ്ങനെയെങ്കിലും BJPയെ കൈകാര്യം ചെയ്ത് കളയാമെന്നുള്ള രീതി കൂടി മനസ്സിലാകത്തുള്ളത് കൊണ്ട് അത് ഞാൻ പറയുന്നതല്ല, അത് പ്രേക്ഷകർക്കും മനസ്സിലാകും. നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. അല്ല, ആയിക്കോട്ടെ, ഇനിയിപ്പോ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് തന്നെ വെച്ചോ. പക്ഷെ ആ ചോദ്യത്തിനൊരു ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. കേരളത്തിൽ ഒരു നിയമസഭയുണ്ട്. ആ നിയമസഭയ്ക്കകത്ത് ഒരു പ്രമേയം പാസാക്കിക്കൊണ്ട് ഈ കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് അങ്ങ് തന്നെയാണ് പറഞ്ഞത്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അല്ല, എനിക്കിനി എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്ന് തന്നെ വെച്ചോ. പക്ഷേ എന്റെ ചോദ്യം വളരെ ലളിതമാണ്. പത്തനംതിട്ടയിലെ ഒരു BJP പ്രവർത്തകൻ ഇപ്പോ നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഈ ചോദ്യത്തിന് പോലും പ്രസക്തി അല്ല, നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. പത്തനംതിട്ടയിലെ ഒരു BJP പ്രവർത്തകന് പോലും പ്രധാനമന്ത്രിയോട് ശരി സാർ, ഞങ്ങളുടെ ശബരിമലയിൽ ഇങ്ങനെ ഞങ്ങൾക്കൊരു വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യം പോലും ഉണ്ടായില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. BJPയുടെ പ്രവർത്തകർക്ക് അത്യാവശ്യം തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരാണ്. അവർക്കറിയാം കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റ് എന്നൊരു ലിസ്റ്റ് ഇല്ല. എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടി വേണ്ട, ഞങ്ങൾക്ക് അറിയണ്ട, ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടാ മതി. ആരാണ് ഈ ആചാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നത്? ആരൊക്കെയാണ് ജയിലിൽ പോയത്? ആരൊക്കെയാണ് കേസുകളിൽപ്പെട്ടത്? എത്ര കേസുകൾ ഓരോ പ്രവർത്തകർക്കും ഈ കേരള പോലീസ് എടുത്തിട്ടുണ്ട്? ഈ പെണ്ണുമ്പോഴൊക്കെ വീട്ടിലിരുന്നാ പോരെ. എന്തെങ്കിലും കുത്തിക്കേട്ടി തന്നെ വായിക്കാത്ത ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ കൺകറന്റ് ലിസ്റ്റ്? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. അത് താങ്കൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. അപ്പൊ അതിനൊരു തീരുമാനമായി. കർത്താവേ, അതല്ലാതെ നിങ്ങൾ എത്ര നേരമായിട്ട് പറയുന്നു ഈ ലിസ്റ്റ്? എനിക്കറിയില്ല, പറഞ്ഞ എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. എനിക്കറിയില്ല, പറഞ്ഞ എന്താ ഈ കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റ് അറിയാത്ത ഒരാളാണ് താങ്കളെങ്കിൽ പൊതുസമൂഹത്തോട് താങ്കൾ മാപ്പ് ചോദിക്കണം. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി ബുദ്ധി അതിനുണ്ടോടാ? അല്ല, നിങ്ങൾ ഇവിടെ വാചാലമായപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇത് അറിയില്ലാന്ന്. അതുകൊണ്ടാ ചോദിച്ചത്. താങ്കൾക്കറിയുമോ? അയ്യേ, ചമ്മിപ്പോയേ. അല്ല, നിങ്ങളാണല്ലോ ഇത് പറഞ്ഞ ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന്. ഒന്ന് പഠിപ്പിച്ചാ എന്താ ഈ കൺകറന്റ് ലിസ്റ്റ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇതൊക്കെ എന്തായത്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ സംസാരിച്ചപ്പോ എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാണ്. അത് പരീക്ഷിക്കാൻ ചോദിച്ചതാ. കാരണം ഒരു അവതാരകന്റെ റോൾ ഏറ്റെടുക്കാൻ റഹീമിന് അതൊരു ജനാധിപത്യപരമായ ചർച്ചയല്ലേ? അതുകൊണ്ട് ചോദിക്കണ്ടായോ? അങ്ങനെയില്ല. ഞാൻ പ്രേക്ഷകരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ചർച്ചയിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയാണ്. വളരെ നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ നല്ലതാവണം? പിന്നെ നീ കയറിയേക്കോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.